ഇത് പഴുത്ത പൊട്ടിച്ചിട്ട് പോയിട്ട് കുരു തിന്നെ. ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് തുളസിയിലയും പനിക്കൂർക്കലയും ഒക്കെ പറിക്കാം. നമ്മുടെ ലവ് ബേഡ്സിനും കോക്ടെയിലിനും ഒക്കെ കൊടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മഴയല്ലേ, അവരുടെ മരുന്ന് ഇതൊക്കെയല്ലേ, അപ്പോൾ നമുക്ക് പറിച്ച് അവർക്ക് കൊടുക്കാവേ. വേണമെങ്കിൽ ബാ. കുറേ കുഞ്ഞുങ്ങൾ ഉണ്ടായി ഇരിപ്പുണ്ട്. നോക്ക, കലത്തിലോട്ട് പോകുന്നത് ഇറങ്ങി വരുന്നതാ. ഒരാൾ കണ്ടോ എത്തി നോക്കുന്നേ, കണ്ടോ? അവർക്ക് തിന്നാനും കുടിക്കാനും ഉള്ള വെള്ളം വെച്ചു. ഇപ്പോൾ വെക്കുന്നവർക്ക് കുളിക്കാനുള്ള വെള്ളമാണ്. മഴയൊക്കെ ആകുമ്പോൾ ഞാൻ ഓർക്കുന്നു ഇവർക്ക് കുളിക്കാനൊന്നും വെള്ളം വേണ്ടാന്ന്. പക്ഷേ കുടിക്കാൻ വെച്ചേക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കുത്തിത്തെളിച്ചിങ്ങനെ ദേഹത്തൊക്കെ ഒഴിക്കുന്ന കാണാം. അതിനതുകൊണ്ട് ഇന്ന് കുളിക്കാനും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പുറത്തെല്ലാം കൊണ്ട് കൊടുത്തല്ലോ. എനിക്ക് വെള്ളം തരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ദാ ഒരാൾ വെള്ളം വെച്ചിട്ടുണ്ടോ എന്നൊക്കെ കുനിഞ്ഞു കിടന്ന് നോക്കുന്നു. എന്തെടുക്കോ അവിടെ? ഇന്നെങ്ങാനും വെള്ളം തരുവോ എന്നുള്ള രീതിയിലുള്ള നോട്ടമൊക്കെ കണ്ടില്ലേ? തീറ്റ എടുക്കുന്നേന്നുള്ളത് പിടികിട്ടിയേ. ഇത് ഇവർക്ക് കുളിക്കാനുള്ള വെള്ളമാണേ. ഇവർ പിന്നെ എപ്പോഴും കുളിയാൻ ഇറങ്ങി നിൽക്കുന്ന കാണാം അതിൻ്റെ അകത്ത്. ഇവിടെ ഒരാൾ നിന്ന് വീഡിയോ പിടിക്കുന്നുണ്ട്. എന്തൊക്കെ എടുക്കുന്നൊന്നും എന്നോട് പറയുകയല്ല. എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. ചില സമയത്ത് ചിലതൊക്കെ വരുമ്പോൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കുമോ എടുക്കുന്നുണ്ടോ എന്ന്. എന്തൊക്കെയാ തിന്നുന്നത്? വാ, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമോ? വെച്ചോ വെച്ചോ. വിളി. Uy, uy. അത് നോക്കുന്നുണ്ട്. ചീറ്റും തന്നെ കൊത്തു വന്ന് ആ ചെറുക്കാൻ തീറ്റ വെച്ചിട്ടുണ്ടെന്ന്. പാമ്പ് ചീറ്റുന്നല്ല, ചീറ്റുന്നു. അടച്ചപ്പോ അവൾ ഇറങ്ങി വേണോ? ബാ. ആൺകിളിയാണ് മുട്ടയിട്ടതിന് അവിടെ അടയിരിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി മിക്കവാറും അതൊക്കെ കളയുമെന്ന് തോന്നും. ഞാൻ തിന്നുന്ന എന്താ ഇത്ര എടുക്കാനെന്നുള്ള രീതി നോക്കുന്നുണ്ടോ? മാളവും മണിക്കൂട്ടനും നിന്ന് പുല്ല് തിന്നുക. അത് കണ്ടിട്ട് മത്സരിച്ച് ഇതാണ്ട് ഇവിടെ രണ്ടുപേരും നിന്നും പുല്ല് തിന്നുന്ന കണ്ടോ? കിട്ടണം നിങ്ങളുടെ വീട്ടിൽ നിനക്ക് കോളാം മാളുവിന്റെ കയ്യിൽ.
വേറെ ആരോടും മാളുവിന് കുഴപ്പമില്ല. ജൂലിയും മാളും തമ്മിൽ ചേരത്തേ ഇല്ല. മാളു ഒന്ന് തിരിഞ്ഞപ്പോൾ കണ്ട പമ്മി എന്നിട്ട് ഇതാ പുറകെ പോവാ. പിന്നെ ജൂലിക്ക് കിട്ടുവേ, എനിക്കറിയില്ല, നിർത്തോണ്ട് പോകും. ജൂലി മാളുവിനെ മോളത്തെ ഇവിടെ കിട്ടിയാലോ? നമ്മുടെ ഇവിടെയൊക്കെ ഇതിന് എലിമുള്ളെന്ന് പറയും. പിന്നെന്താ ആനത്തൊട്ടാവാടി എന്നൊരു പേരൂടെ ഉണ്ടെന്ന് തോന്നി. ഇതെങ്ങാണം പശുവിൻ്റെ വയറ്റിൽ ചെന്നാൽ പിന്നെ നേരെ ഇത് വൃക്കയെ ബാധിക്കുവേ. എന്നിട്ട് ശരീരത്തിന് നീർക്കെട്ടുണ്ടാവും. കുറേ കഴിയുമ്പോഴത്തേന് മൂത്രത്തിൽ കൂടെ ബ്ലഡ് വരാനൊക്കെ തുടങ്ങും. കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് ഇവർക്കൊരു വിറയലും പിന്നെ തീറ്റ എടുക്കത്തേ ഇല്ല. എടുക്കാൻ ബുദ്ധിമുട്ടെന്നല്ല, തീറ്റ എടുക്കത്തില്ല, പിന്നെ നടക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് ലാസ്റ്റ് ഒരു അവശതയിലേക്ക് ഇത് പോവും. ഇതിലും വേഗം ഇത് ഉള്ളിൽ ചെന്നാൽ പെട്ടെന്ന് മരണം വരെ സംഭവിക്കുന്ന ആടിന എത്ര പെട്ടെന്ന് തന്നെയാണ് മരണം സംഭവിക്കുന്നത്. നമ്മുടെ സാധാ തൊട്ടാവാടിയുടെ ഇല പോലെ തന്നെ ഇരിക്കും. ഇതിൻ്റെ ആ പൂവും അതേ കളർ, ആ തൊട്ടാവാടിയുടെ അതേ കളറാണ്. നിൽക്കുന്ന കാണാനൊക്കെ ഭംഗിയാണ്. പക്ഷെ ഇതുങ്ങളുടെ ജീവൻ കവരാൻ ഈ ഒരു സാധനം മതി. ഇത് ചെറിയ തൈകളായതുകൊണ്ടാണ് ഇങ്ങനെ ഒടിക്കാനൊക്കെ പറ്റുന്നത്. ഇതിൻ്റെ മുഴുത്തതിൻ്റെ ഒരു മൂടിൽ നിന്ന് പടർന്ന് ഇങ്ങനെ കുറേ ദൂരം വരെ ഇങ്ങനെ ഉണ്ടായി നിൽക്കും. അതിൻ്റെ ഒരു മൂട് പറിക്കാൻ എന്ത് പാടുപെടുമെന്ന്. അതുപോലെ മുള്ള അതേലല്ല. അത് ആകത്തോട്ട് ചെല്ലുമ്പോൾ അവരുടെ കുടലിന് ആ മുള്ളു. ഇത് ആനത്തൊട്ടാവാടി എന്നുള്ള പേര് വരാൻ കാരണമെന്ന് പറഞ്ഞാൽ ആനയ്ക്ക് പോലും നോക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ചിലടത്ത് ഇതിന് ആനത്തൊട്ടാവാടി എന്ന് പേര് വന്നേക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ആനത്തൊട്ടാവാടി ആണേലും എലിമുള്ളാണേലും വിഷമുള്ളാണേലും കന്നുകാലികളെ വളർത്തുമ്പോൾ ഒരുപാട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നിൽക്കുന്നത് അറിയത്തില്ല. ഇപ്പോൾ ഈ തെളിഞ്ഞ ഇവിടെ ആയതുകൊണ്ട് എത്രയും കാണുന്നത്. ഇതിൻ്റെ തൈയൊക്കെ പുല്ലിൻ്റെ ഇടയ്ക്ക് നിന്നാൽ കാണത്തേ ഇല്ല. ഇതുങ്ങൾ തിന്നാലോ കുറേ സമയം എടുക്കും. നമുക്കിതിൻ്റെ എന്തെങ്കിലും നമ്മൾ അതുപോലെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് അറിഞ്ഞ് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തെങ്ങാണ് അറിഞ്ഞെങ്കിൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും മരുന്ന് ചെയ്താൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം. എന്താണേലും ഈ നിസ്സാരം കുഞ്ഞി ചെടിയും കൊണ്ട് എന്തെല്ലാം അപകടമല്ലേ. ഈ മുള്ള് കണ്ടാണ്ടല്ലോ ഈ കന്നുകാലികളെല്ലാം ചാടി പിടിക്കുകയും ചെയ്യും. എത്ര വേഗമാണെന്നറിയാം നാക്കിട്ട് വലിച്ചെടുക്കുന്നത്. വായിന്ന് വരെ വലിച്ചെടുത്ത അനുഭവങ്ങളുണ്ട് നമുക്ക് നേരത്തെ.
ആ കണ്ടടിച്ച് മറ്റേ പുള്ളു പൊങ്ങി നിൽക്കുന്നതുണ്ടോ ഇവിടെ നല്ല പഴുത്തായിരുന്നു, കുരു കിട്ടി. ഞാനിത് കാറ്റടിച്ചിട്ടേക്കുന്നുണ്ട്. എന്തോ ഇത്തരണോ പച്ച പച്ച തന്നേക്ക് കാണിച്ച്. ഇത് പഴുത്ത പൊട്ടിച്ചിട്ട് പോയിട്ട് കുരു തിന്നെ. അപ്പോൾ ശരി ഗൈസ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബൈ.